നമസ്കാരം, ഞാൻ ഡോക്ടർ ധന്യ സുരേഷ്. ചില വസ്ത്രങ്ങൾ അണിഞ്ഞ് നിങ്ങൾ പുറത്തു പോകുമ്പോൾ നിങ്ങളുടെ കൂട്ടുകാർ അല്ലെങ്കിൽ നിങ്ങളെ കാണുന്നവർ അത് നന്നായി നിങ്ങൾക്ക് ചേരുന്നുവെന്നും അത് നിങ്ങളുടെ ആ പറച്ചിലുകൾ നിങ്ങളുടെ കോൺഫിഡൻസിനെ കൂട്ടുകയും ചെയ്യുന്നുണ്ട് അല്ലേ? പലപ്പോഴും നമുക്കിത് അനുഭവപ്പെടാറുണ്ട് അല്ലേ? അതുപോലെ വസ്ത്രധാരണം നമുക്ക് തരുന്ന കോൺഫിഡൻസ് അത് ചില സമയത്ത് വളരെയധികം നമ്മളെ പോസിറ്റീവായിട്ട് സ്ട്രൈക്ക് ചെയ്യും. നമ്മുടെ വസ്ത്രധാരണവും നമ്മളുടെ അതിൻ്റെ ഇൻ്റർപ്രിട്ടേഷനും ഒക്കെ കൂടെ വരുന്ന ഒരു ചെറിയ ഒരു ഡിസ്കഷനാണ് നമ്മളിന്ന് ചെയ്യുന്നത്. അതിനെ നമ്മൾ എൻക്ലോത്ത് കോഗ്നേഷൻ എന്നാണ് പറയുന്നത്. അതായത് നമ്മുടെ വസ്ത്രധാരണം നമ്മളെ എങ്ങനെ അഫക്റ്റ് ചെയ്യും അല്ലെങ്കിൽ നമ്മളെ കാണുന്നവരിൽ അത് എങ്ങനെ ഇമ്പാക്റ്റ് ഉണ്ടാക്കും എന്നുള്ളതാണ് എൻക്ലോത്ത് കോഗ്നേഷൻ കൊണ്ട് നമ്മൾ മീൻ ചെയ്യുന്നത്. 2012 ഹജോ ആദം അല്ലെങ്കിൽ ആദം ഗാലൻസ്കി എന്ന 2 പേരാണ് ഇതിനെക്കുറിച്ച് എക്സ്പെരിമെന്റുകൾ കണ്ടക്ട് ചെയ്തത്. അവരെന്താ ചെയ്തതെന്ന് വെച്ചാൽ ഒരു ഗ്രൂപ്പ് ആൾക്കാരെ സെലക്ട് ചെയ്ത് അവർ വൈറ്റ് കോട്ട് എല്ലാവർക്കും ഇടാൻ കൊടുത്തു. എന്നിട്ട് രണ്ട് ഗ്രൂപ്പായിട്ട് അവരെ ആൾക്കാരെ ഡിഫറൻഷിയേറ്റ് ചെയ്തു. ഒരു ഗ്രൂപ്പിൽ അവർ പറഞ്ഞു കൊടുത്തു, ഈ വൈറ്റ് കോട്ട് ഡോക്ടേഴ്സ് ഇടുന്ന കോട്ടാണ് എന്ന് അവർ അതിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തു. മറ്റേ ഗ്രൂപ്പിന്റെ അടുത്ത് അവർ പറഞ്ഞു, ഇത് പെയിന്റേഴ്സ് യൂസ് ചെയ്യുന്ന കോട്ടാണ്. ഓക്കെ, അങ്ങനെ രണ്ട് ഗ്രൂപ്പിനെ അവര് രണ്ടിടത്ത് നിർത്തി. ഓക്കെ, ഓരോ ഗ്രൂപ്പിനും അവർ ഓരോ രീതിയിലാണ് ഇൻസ്ട്രക്ഷൻ കൊടുത്തത്. ഓക്കെ, അതിലെ ഡോക്ടേഴ്സ് കോട്ട് ആണ് കൊടുത്തത് എന്ന് പറയുന്ന ആ ഗ്രൂപ്പ് ബാക്കിയുള്ള അവരുടെ ജോലികളിൽ ഭയങ്കരമായി മികവ് കാണിക്കുകയും തെറ്റുകൾ വളരെ കുറച്ച് ചെയ്യുകയും കോൺഫിഡൻസ് ആയിട്ട് അവര് കാര്യങ്ങൾ ചെയ്തു തീർക്കുകയും ചെയ്തു. എന്നാൽ മറ്റേ ഗ്രൂപ്പിൽ വലിയ ചേഞ്ചസ് ഒന്നും നമുക്ക് ഫീൽ ആവാൻ പറ്റിയില്ല. നമ്മുടെ മൂഡ് നമ്മുടെ ഡ്രസ്സിങ് സെൻസേഷനെ ഭയങ്കരമായിട്ടും അഫക്റ്റ് ചെയ്യും. ഓക്കെ, നമ്മളൊരു കല്യാണത്തിന് പോകുന്നൊരു ഫീലിലായിരിക്കില്ല നമ്മളൊരു മാർക്കറ്റിൽ പോകുന്നത്, അതേ ഫീലിലായിരിക്കത്തില്ല നമ്മളൊരു വെക്കേഷന് പോകുന്നത്. എൻ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള മൂഡിൽ നമ്മൾ എൻ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഡ്രസ്സിങ് സെൻസസ് ആയിരിക്കും ചൂസ് ചെയ്യുന്നത്. പബ്ലിക്കിനെ നമ്മൾ ഫേസ് ചെയ്യാൻ പോകുമ്പം നമ്മുടെ കോൺഫിഡൻസ് കൂടിയിരിക്കണം. അതുപോലെ തന്നെ നമ്മൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ഒരു വസ്ത്രധാരണത്തിൽ നമ്മൾ ഭയങ്കരമായിട്ട് ഇമ്പോർട്ടൻസ് കൊടുക്കാറുണ്ട്. നമ്മുടെ പബ്ലിക്കിനെ ഫേസ് ചെയ്യാൻ നമ്മൾ പോകുമ്പം മെയിനായിട്ട് നമ്മളൊരു കോട്ട്, ഒരു ജാക്കറ്റ് നമ്മൾ മെയിനായിട്ടും വെക്കാറുണ്ട്. കാരണം ഇതൊരു കോൺഫിഡൻസിനെ അഫക്റ്റ് ചെയ്യുന്ന ഒരു ഫാക്ടറാണ്. നമുക്കൊരു കവറിങ് നൽകുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അതുപോലെ തന്നെ നമുക്കിപ്പോൾ ദൂരയാത്രകളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ അതനുസരിച്ചായിരിക്കും നമ്മുടെ ഡ്രസ്സിങ്. ഒരു അത്ലറ്റ്, ഒരു കായിക വസ്ത്രം ഇട്ട അത്ലറ്റും അല്ലെങ്കിൽ കായിക വസ്ത്രം ഇടാതെ ജോഗിങ്ങിന് പോകുന്ന ഒരാളും തമ്മിലുള്ളൊരു ഭയങ്കര എൻ്റയർലി ഡിഫറെൻ്റ് ആയിരിക്കും അവരുടെ ആ ഒരു തിങ്കിങ് പാറ്റേൺ. കാരണം ഒരു സ്പോർട്സ് വെയർ ഇട്ട ഒരാൾക്ക് കോൺഫിഡൻസ് കൂടുതലായിരിക്കും. അതുപോലെ ഐ ആം റെഡി എന്നുള്ളൊരു തിങ്കിങ് വരും. അതുപോലെ തന്നെ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ അവർ കൂടുതൽ എന്തൂസിയാസ്റ്റിക് ആയിട്ട് ചെയ്ത് തീർക്കുകയും ചെയ്യും. യൂണിഫോം ഇടുന്ന ഒരു വ്യക്തിക്ക് നമ്മൾ ചെയ്ത് തീർക്കേണ്ട, അതായത് ഒരു ഒഫീഷ്യൽ ആയിട്ടുള്ള ആൾക്കാർക്ക് യൂണിഫോം ഇട്ട് കഴിയുമ്പോഴത്തേക്ക് അവരുടെ കൂടുതലായിട്ടുള്ള ഒഫീഷ്യൽ തിങ്കിങ്ങിലോട്ട് അവർ സ്റ്റിക്ക് ഓൺ ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. അതുപോലെ തന്നെ കുട്ടികൾ യൂണിഫോംഡ് ആയിരിക്കുന്ന സമയത്ത് അവർ ആ സ്കൂളിലെ ഇതാണ് എന്നുള്ളൊരു ഐഡന്റിഫിക്കേഷൻ നമുക്ക് കിട്ടും. അതുപോലെ തന്നെ അവർ സ്കൂളിലെ ആ ഒരു നിയമങ്ങൾക്ക് അവർ കൂടുതൽ വിധേയരാവുകയും ചെയ്യാറുണ്ട്. അവർ സ്റ്റിക്ക് ഓൺ ചെയ്യാനും ശ്രമിക്കാറുണ്ട്. ആ ഒരു റൂൾസിനെ അവർ സ്റ്റിക്ക് ഓൺ ചെയ്യാൻ ശ്രമിക്കാറുമുണ്ട്. നമ്മളുടെ മാനസിക അവസ്ഥ ആലോചിച്ച് മാത്രം നമ്മൾ ഡ്രസ്സ് ചെയ്യുക. നമ്മൾ ചിന്തിച്ച് നമ്മൾ എവിടെ പോവുകയാണ്, നമ്മൾ എന്തിനു പോവുകയാണ്, നമുക്ക് ഈ ഒരു ഡ്രസ്സിങ് എത്രത്തോളം നമുക്ക് കോൺഫിഡൻസ് തരും, അത് എത്രത്തോളം നമുക്ക് സ്യൂട്ട് ആവുന്നു, ഇതെല്ലാം നോക്കിയിട്ട് വേണം നമ്മൾ ഡ്രസ്സ് ചെയ്യാൻ. അതുപോലെ തന്നെ അടുത്ത പ്രാവശ്യം വാർഡ്രോബ് തുറക്കുമ്പോൾ നിങ്ങൾ ആലോചിക്കുക, നിങ്ങളുടെ ഏതൊക്കെ ഡ്രസ്സുകളാണ് നിങ്ങൾക്ക് സ്യൂട്ടാവുന്നതെന്നും അതുപോലെ തന്നെ വാർഡ്രോബ് നിറയ്ക്കാനായി വസ്ത്രങ്ങൾ വാങ്ങിക്കാതെ വളരെയധികം ചൂസ് ചെയ്ത് മാത്രം ഡ്രസ്സുകൾ സെലക്ട് ചെയ്തെടുക്കുക. അപ്പോൾ അടുത്ത പ്രാവശ്യം നിങ്ങൾ പുറത്തു പോകാൻ ഡ്രസ്സ് ചെയ്യുമ്പോൾ ഇക്കാര്യങ്ങളൊക്കെ ഓർമ്മിക്കും അല്ലേ?